നമസ്കാരം. അമേരിക്കയിൽ നിന്നും അനധികൃത കുടിയേറ്റക്കാരെ വിലങ്ങണിയിച്ച് നാട് കടത്തിയത് വലിയ വിവാദമായ ഒന്നായിരുന്നു. ഇന്ത്യയിലേക്ക് ഇത്തരത്തിൽ ആളുകളെ കൊണ്ടുവന്നപ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെ വരെ ആരോപണങ്ങൾ ഉയർന്നു. എന്തിനും ഏതിനും ചാടിയിറങ്ങുന്ന മനുഷ്യാവകാശ പ്രവർത്തകരും വെറുതെ ഇരുന്നില്ല. അന്ന് അമേരിക്ക വിശദീകരിച്ചത് സുരക്ഷ ഉറപ്പാക്കാനായിരുന്നു അത്തരത്തിലൊരു നടപടിയെന്നായിരുന്നു. അതേസമയം ഇതേതാണ്ട് സത്യമാണെന്ന് തെളിയിക്കുന്ന ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം ലണ്ടനിലെ ഹീത്രൂ വിമാനത്താവളത്തിൽ നടന്നത്. ഇന്ത്യയിലേക്ക് അനധികൃത കുടിയേറ്റക്കാരെ നാട് കടത്താൻ തയ്യാറായി നിന്ന വിമാനത്തിലേക്ക് കയറുന്നതിന് തൊട്ടു മുൻപായി ഒരാൾ റൺവേയിലൂടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഹോം ഓഫീസിന് വേണ്ടി കരാറുകാരനായ മിലിറ്ററി കെയർ ആൻഡ് കസ്റ്റഡിയാണ് ഇയാളെ വിമാനത്താവളത്തിലേക്ക് കൊണ്ടുവന്നത്. എന്നാൽ സുരക്ഷാ ഗാർഡുകളെ വെട്ടിച്ച് ഇയാൾ ഓടുകയും വിമാനത്താവളത്തിന് പുറത്തു കടക്കുകയും ചെയ്തു. ഇയാൾ ഓടി രക്ഷപ്പെടുന്നതിന്റെ ദൃശ്യം മറ്റൊരു വ്യക്തിയാണ് പകർത്തി സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചത്. ഇക്കഴിഞ്ഞ ഞായറാഴ്ച ടെർമിനൽ 2 എയർപോർട്ട് ഗ്രൗണ്ടിലൂടെ 4 പേർ ഇയാളെ പിന്തുടരുന്നതും ദൃശ്യങ്ങളിൽ കാണാം. വിമാനത്താവളത്തിന് പുറത്തു കടന്ന ഇയാളെ പിന്നീട് ഒരു വാനിലെത്തിയ സംഘം തടയുകയായിരുന്നു. സ്ഥലത്തെത്തിയ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. തുടർന്ന് ഇയാളെ വീണ്ടും വിമാനത്താവളത്തിലെത്തിക്കുകയും നാടുകടത്തുകയും ചെയ്തു. അതേസമയം അമേരിക്കയിലെ ന്യൂയോർക്ക് വിമാനത്താവളത്തിൽ വെച്ച് ഒരു ഇന്ത്യൻ വിദ്യാർത്ഥിയെ നാട് കടത്തുന്നതിന് മുമ്പ് അധികൃതർ കയ്യാമം വെക്കുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. നിലത്ത് തള്ളിയിട്ട് വിലങ്ങ് വെക്കുന്ന ഞെട്ടിപ്പിക്കുന്ന വീഡിയോ ആണ് ലോക ശ്രദ്ധ നേടിയത്. ഇന്ത്യൻ അമേരിക്കൻ സംരംഭകനായ കുനാൽ ജെയിനായിരുന്നു ഈ വീഡിയോ പങ്കുവച്ചത്. ജൂൺ 7-ന് താൻ യാത്ര ചെയ്യുന്ന അതേ വിമാനത്തിൽ കയറേണ്ടിയിരുന്ന വിദ്യാർത്ഥിയെ വിമാനത്തിൽ കയറ്റാതെ പിന്നീട് നാട് കടത്തുകയായിരുന്നുവെന്നാണ് ജെയിൻ വെളിപ്പെടുത്തിയത്. വിദ്യാർത്ഥിക്കായി സഹായം തേടി ഇന്ത്യൻ എംബസിയും കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനെയും കുനാൽ പോസ്റ്റിൽ ടാഗ് ചെയ്തിരുന്നു. ഞായറാഴ്ച രാത്രി 8 മണിക്കാണ് കുനാൽ എക്സിൽ ഈ ദൃശ്യങ്ങൾ പോസ്റ്റ് ചെയ്തത്. വിദ്യാർത്ഥിയെ ബലം പ്രയോഗിച്ച് നിലത്ത് കിടത്തി കൈകൾ പിന്നിലാക്കി വിലങ്ങ് വെക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം. സംഭവം നടന്നത് ശനിയാഴ്ച രാത്രിയിലാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. കൈകൾ ബന്ധിച്ചതിനെ തുടർന്ന് വിദ്യാർത്ഥി കരഞ്ഞുവെന്നും ഒരു കുറ്റവാളിയെ പോലെയാണ് അധികൃതർ പെരുമാറിയതെന്നും ഹിന്ദി എഴുത്തുകാരൻ കൂടിയായ കുനാലിന്റെ പോസ്റ്റിൽ പറയുന്നു.